വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം റോഡ് നിർമ്മാണം പൂർത്തിയായി. എന്നാൽ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലം നാട്ടുകാരുടെ കൃഷിയിടവും നിർമ്മിച്ച റോഡും നശിക്കുന്ന അവസ്ഥയിലാണ്. ഇടുക്കി എഴുകുംവയൽ 10 വളവ് തൂവൽ റോഡ് പണിതപ്പോൾ ഓട നിർമ്മിച്ചില്ല. ഇതുമൂലം കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ കുത്തിയൊഴുകിയെത്തിയ വെള്ളപ്പാച്ചിലിൽ റോഡിന്റെ വശങ്ങൾ പലയിടങ്ങളിലും പൂർണ്ണമായി തകർന്നു. മണ്ണും ചെളിയും കൃഷിയിടങ്ങളിലേക്കും വീടുകളിലേക്കും ഒഴുകിയെത്തി. അങ്കണവാടിയിലടക്കം വെള്ളം കയറിയതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇന്നലെ ഉച്ചകഴിഞ്ഞ് പെയ്ത ഒറ്റമഴയിലെ മലവെള്ളപ്പാച്ചിലാണ് കണ്ടത്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇതുപോലെ വെള്ളം കുത്തിയൊലിച്ചെത്താൻ കാരണം. എഴുകുംവയലിൽ നിന്നും 10 വളവ് വഴി തൂവലിലേക്കെത്തുന്ന 5 കിലോമീറ്റർ റോഡ് നിർമ്മിച്ചപ്പോൾ വശങ്ങളിൽ ഓട നിർമ്മിച്ചിട്ടില്ല. മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിലൂടെ കുത്തിയൊഴുകിയെത്തും. മണ്ണും ചെളിയും എത്തുന്നത് കൃഷിയിടങ്ങളിലും വീടുകളിലേക്കും. വഴിസൈഡിലുണ്ടായിരുന്ന അംഗൻവാടിയിലേക്ക് വെള്ളം കയറി ചെളിയും നിറഞ്ഞു. ഇതോടെ കുട്ടികളുടെ പഠനവും പ്രതിസന്ധിയിൽ. ഞങ്ങൾ എങ്ങനെ കുട്ടികളെ ഇവിടെ വിടുമെന്നുള്ള കാര്യത്തിലാണ്. ഇപ്പോൾ അംഗൻവാടി മുഴുവനും വെള്ളം കയറി മുഴുവൻ മണ്ണും ചെളിയും ആയിട്ട് കിടക്കുകയാണ്. ഈ കാരണന്മാരൊക്കെ എന്നാ ചെയ്യും? കുഞ്ഞു പിള്ളേരെ കൊണ്ടൊന്നും ഇവിടെ വിടേണ്ടതല്ലേ? ആ റോഡ് പണിക്കാർ ആ റോഡ് മുഴുവനും കലുങ്കായിട്ട് പണിതിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതിങ്ങോട്ട് വെട്ടി ചായച്ച് അംഗൻവാടിയുടെ സൈഡിലോട്ട് ചായച്ച് വെച്ചുകൊണ്ടാണ് ഇതുപോലെ വെള്ളമൊഴുക്ക് ഇവിടെ ശക്തമായിട്ട് വന്ന ഈ അംഗൻവാടിക്കകം മുഴുവനും വെള്ളം കയറിയത്. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡിന്റെ വശങ്ങളിൽ വലിയ കിടങ്ങുകൾ രൂപപ്പെട്ടു. പുതിയ ടാറിങ്ങുകൾ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. വരുന്ന ദിവസങ്ങളിൽ മഴ ശക്തമായാൽ റോഡ് പൂർണ്ണമായും ഒലിച്ചു പോയേക്കാവുന്ന അവസ്ഥ. ശരിയായ രീതിയിൽ സൈഡ് കോൺക്രീറ്റ് ചെയ്യാതിരിക്കുകയും ശരിയായ സ്ഥലത്ത് കലുങ്കുകൾ പണിയാതിരുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്നത്. മണ്ണും ചെളിയും നിറഞ്ഞ് വ്യാപകമായി കൃഷിനാശവും ഉണ്ടായി. 1 കിലോമീറ്ററിന് 1 കോടി രൂപ മുടക്കി നിർമ്മിച്ച റോഡ് ഇപ്പോൾ തകരുന്ന അവസ്ഥയിലാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ഒറ്റ ദിവസം പെയ്ത മഴയിൽ കുത്തിയൊലിച്ചെത്തിയ വെള്ളപ്പാച്ചിലാണ് ഈ വലിയ കിടങ്ങുണ്ടാകാൻ കാരണം. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന്റെ ഫലമാണിത്. ഈ മഴക്കാലം താണ്ടുമോ ഈ റോഡെന്നുള്ള വലിയ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.